സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് റസൂലുള്ളാഹ് അങ്ങെഴുന്നേൽക്കുന്നു. ഖബർ പൊട്ടിപ്പിളരുന്നു. ഇദ സമാഉൻ ശഖ്ഖത് വഅദ്നത് റബ്ബിഹാ വഹഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ. ആ ഭൂമിയിലുള്ളത് മുഴുവനും പുറത്തേക്ക് തള്ളാൻ സമയമായി. ആ ഭൂമി പൊട്ടിപ്പിളർന്ന് ഹബീബിന്റെ മുഖത്തിൽ നിന്ന് മണ്ണുകൾ ഇങ്ങനെ ചുരാ. റസൂലുള്ളാഹി രണ്ട് കൈകളെ കൊണ്ട് തുടക്കുകയാണ്. തുടച്ച് പുറത്ത് വരുന്നു. ആ പുറത്ത് വരുന്നതോടുകൂടി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന 70 ഹുല്ലകൾ തങ്ങൾക്ക് ധരിപ്പിക്കപ്പെടുന്നു. താജുൽ കറാമ എന്ന കിരീടം വെക്കപ്പെടുന്നു. അദാലിവാഉൽ എന്ന കൊടിയുമേന്തി ബുറാഖ് എന്ന വാഹനത്തിൽ തങ്ങളെ കയറ്റിയിരുത്തിയിട്ട് പോകുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വലത്ത് കൈയിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഇടത്ത് കൈയിലും പിടിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് വരും, ഇതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് വരും. ആ തങ്ങൾ എഴുന്നേറ്റ് ഈ ബുറാഖിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുൻപിൽ ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ വളരെ ചുരുക്കിയിട്ടാ പറയുന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾക്കിരിക്കാൻ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ തങ്ങളെ കൊണ്ടുവന്നിരുത്തുന്നു. ഇരുത്തിയതിന് ശേഷം മഹാനായ ഇസ്രാഫീൽ മുത്തുനബിന്റെ പിറകിൽ നിന്ന് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്. 40 ദിവസം പിന്നെയും ഭൂമിയിൽ മഴ പെയ്യുന്നു. മഴ പെയ്തുണ്ട്. മാഉൽ ഹയാ എന്ന വെള്ളമാണ്. ആ വെള്ളം പെയ്തിട്ട് ആ 7 മുഴം മേൽപ്പോ ഭൂമിയുടെ ഉപരിതലത്തിലും 7 മുഴം ഭൂമിയുടെ താഴ്ഭാഗത്തേക്കും ആഴ്ന്നിറങ്ങിയിട്ട് ഭൂമി മൊത്തം കുതിർന്ന് ആ കുതിർന്ന ഭൂമിയിൽ നിന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഭൂമി മൊത്തം കുതിർന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ തങ്ങളെ പിറകിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു, യാ യത്വൽ ഇലാമുൽ ബാലിയ വൽലുഹുമുൽ മുതമസ്സിഖ والأشعار المتفرقة والشعور المتفرقة اجمعوا لفصل القضاء. ഇതാ നുരുമ്പിപ്പോയ എല്ലുകളെ, ചിന്നിച്ചിതറിയ മാംസങ്ങളെ, വിട്ടിവിരിഞ്ഞ അവയവങ്ങളെ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, റബ്ബിന്റെ ദർബാറിലേക്ക് ഒരുമിച്ചുകൂടൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അല്ലാഹ് ഞാനും നീയും എന്താ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു മനുഷ്യൻ മരിച്ച് മറവ് ചെയ്ത് അവന്റെ എല്ലും ശരീരവും ഒക്കെ മണ്ണിൽ ദ്രവിച്ച് മണ്ണായി തീർന്നാൽ അതേ രൂപത്തിൽ വേറെ ഒരു മനുഷ്യനെ പടക്കുകയല്ല. ആ മനുഷ്യന്റെ ശരീരം, ആ മനുഷ്യന്റെ എല്ലുകൾ, ആ മനുഷ്യന്റെ രോമങ്ങൾ, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ, മാർക്ക കല്യാണം നടത്തുന്ന സമയത്ത് തന്റെ ലിംഗത്തിന്റെ അഗ്രം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും അല്ലാഹ് തിരിച്ചു കൊണ്ടുവരികയാ, വേറെ പടക്കുകയല്ല.
എല്ലാം റബ്ബ് തിരിച്ചു കൊണ്ടുവന്ന് ആ ഖബറിന്നങ്ങി എഴുന്നേൽക്കുന്നു. ഖബർ പൊട്ടിപ്പിളർന്ന് ആ ഖബറിൽ നിന്ന് നമ്മുടെ പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പാവക്കക്കുരു മുളക്കുന്നത് പോലെ നമ്മൾ മണ്ണിൽ ഒരു കാരക്കക്കുരു കുഴിച്ചിട്ടാൽ എത്ര ഉറപ്പുള്ള കുരുവാണെങ്കിലും അത് പൊട്ടിക്കാൻ പറ്റുമോ? ഒരു ഈത്തപ്പഴത്തിന്റെ കുരു കടിച്ചാൽ പൊട്ടുവോ? അത് അടിച്ചാൽ പൊട്ടുവോ? അതേ സമയത്ത് ആ കുരു മണ്ണിലിട്ട് കുതിർത്തി വെള്ളമൊഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ കുരു പൊട്ടിയിട്ട് മുള വരുന്നത് പോലെ സർവ ഖബറുകളിൽ നിന്നും മനുഷ്യന്റെ ഡെഡ് ബോഡി എവിടെയൊക്കെയുണ്ടോ അവിടുന്ന് പൊട്ടി മുളച്ച് വരുന്നു. ഓരോ മനുഷ്യനും അവനവന്റെ ഖബറിന്റെ അടുത്ത് വളഞ്ഞു കുത്തിയിട്ടാ നിൽക്കുന്നത്. ഞാൻ അതാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത്. ഒരു പുളിങ്ങാക്കുരു മുളച്ചു വരുന്നത് ഇങ്ങനെയാണ്. അതേ രൂപത്തിൽ മനുഷ്യൻ മുളച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മുളച്ചു വരുന്ന സമയത്ത്, ആ മനുഷ്യനെ മറവ് ചെയ്ത സമയത്ത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലല്ല, മറിച്ച് അവൻ ജനിച്ചത് മുതൽ മരണം വരെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന രോമങ്ങളും അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന നഖങ്ങളും അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് റബ്ബ് തിരിച്ചു മടക്കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഖുർആനിൽ പച്ചക്ക് പറയുന്നു, യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജാ. നാസൂർ എന്ന കാലത്തിൽ ഊതുമ്പോൾ നിങ്ങൾ വരും അഫ്വാജാ, പല സംഘങ്ങളായിട്ട്. ചിലരുടെ മുഖം നേർക്കല്ല, മുഖം നേരെ മാറിയിട്ടുണ്ട്. ചില ആളുകൾ ഖബറിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ മുഖം മനുഷ്യന്റെ മുഖമല്ല, പന്നികളെ പോലെ കോലം മറിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവര് നടക്കുന്നത് കാലിന്മേലല്ല, അവര് മുഖം കുത്തി നടക്കുന്നു. ആ രൂപത്തിലാ നിൽക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ എങ്ങനെയാണ് മുഖം കുത്തി നടക്കുന്നത്? അല്ലാഹു പറഞ്ഞ ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞ മറുപടി, രണ്ട് കാലിൽ നടത്തിയ റബ്ബ് അവരെ മുഖം കുത്തി നടത്തുന്നതാ. ബുദ്ധിയുള്ള മനുഷ്യ ചിന്തിച്ചോ, ഒരു മനുഷ്യന്റെ വെയിറ്റ് എടുത്ത് നോക്കിയാൽ അവന്റെ മുക്കാൽ ഭാഗവും അരക്ക് മേപ്പെട്ടാണ്. അരയുടെ കീപ്പോട്ട് അരക്ക് താഴെ, അതേ കാൽ ഭാഗമല്ലേ വെയിറ്റ് ഉള്ളൂ. ഈ കുറഞ്ഞ വെയിറ്റ് ഉള്ളതിലാണ് ഇത്രയും കൂടുതൽ വെയിറ്റ് ഉള്ള മനുഷ്യൻ നിൽക്കുന്നത്. ഈ മൈക്ക് അങ്ങനെ നിൽക്കുവോ? നിൽക്കൂല. ഈ മൈക്കിന് ഏറ്റവും ഇത് നിൽക്കണമെങ്കിൽ സ്റ്റാൻഡിന് ഏറ്റവും കൂടുതൽ ഭാരം അതിന്റെ താഴെ വേണം. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ വെയിറ്റ് മുഴുവനും മുകളിലാണ്, താഴേക്ക് വെയിറ്റ് കുറവാണ്. ഈ വെയിറ്റ് കുറവുള്ള രണ്ട് കാലിൽ ഇത്രയും വെയിറ്റുള്ള മനുഷ്യനെ നിർത്തിയ റബ്ബില്ലേ. മനുഷ്യന്റെ ബാലൻസ് റബ്ബ് ശരിപ്പെടുത്തിയത് രണ്ട് ചെവിയിലാണ് അല്ലാഹു തആല നമ്മുടെ ബാലൻസ് ശരിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ചെവി അടക്കിയിട്ടൊന്ന് കിട്ടിയാൽ ഒട്ടുമിക്ക ആളുകളും കറങ്ങി വീണു പോകും. ചെവിക്ക് ബാലൻസ് തെറ്റിയാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റൂല. അല്ലാഹു ഈ രണ്ട് കാലിൽ നിർത്തി നടത്തുന്ന റബ്ബ്, അതേ പടച്ച റബ്ബ് നിന്റെ മുഖം നിലത്ത് കുത്തി കാലുകൾ മേൽപോട്ടുയർത്തി നിന്നെ നടത്തുന്നതാ. ഇത് ഖുർആനിലുള്ളതാ. വനശുറുഹും അലാ വുജൂഹിഹിം, അവരെ മുഖങ്ങളുടെ മേൽ നടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുന്നവരുണ്ട്, വീർത്ത വയറുമായി വരുന്നവരുണ്ട്, കൊടല് മുഴുവനും പുറത്ത് ചാടുന്നവരുണ്ട്. അതേ
ഈ ചുണ്ട് താഴേക്ക് തൂങ്ങിയിട്ട് പൊക്കിളിലെത്തുന്നവരുണ്ട്, മേലെ ചുണ്ട് മൂർധാവിലെത്തുന്നവരുണ്ട്. ആഖിർ സമാനിലെ മക്കളെ, മുസ്ലിമീങ്ങളെ, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, അഇമ്മത്ത് പറഞ്ഞ അഭിപ്രായങ്ങളല്ല, അല്ലാഹുവിന്റെ റസൂല് നുബുവ്വത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ സത്യങ്ങളാ. ആഖിറത്തിന്റെ കാര്യം തങ്ങൾ പറഞ്ഞത് ഉറപ്പിക്കലല്ലാതെ മറ്റു വകുപ്പുകളില്ല. നിന്റെ അറിവിന്റെ മാപിനി കൊണ്ടടക്കാൻ പറ്റില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കല. ഇതൊക്കെ സത്യവും കൃത്യവുമാണ് എന്ന് ബോധ്യപ്പെടുത്താനാ ചന്ദ്രൻ പിളർത്തിയിട്ട് തങ്ങൾ കാണിച്ചു തന്നത്, ഈന്തപ്പന നടത്തി കാണിച്ചു തന്നത്, ചരക്കല്ല് തസ്ബീഹ് ചെല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്നത്, കൈവിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ചു കാണിച്ചു തന്നത്. അതേ 90,000 അത്ഭുതങ്ങൾ മുത്തുനബി കാണിച്ചു തന്നത്. ഇത് സത്യമാ, ഇത് വ്യക്തമാ എന്ന് ബോധ്യപ്പെടുത്താനാ ഇങ്ങനത്തൊരു ദിവസം വരാനുണ്ട്. ഓർക്കണത് നല്ലതാ. ഫൽ തൻതദിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ ഔ ഫഖറൻ മുൻസിയാ ഔ മറദൻ മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ ഔ മൗതൻ മുജ്ഹിസാ ഔ الدجالا فإنه شر غائب ينتظر أو الساعة فالساعة هي أدهى وأمر قال رسول الله